അങ്ങനെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കഥയാണ്. ആലപ്പുഴയ്ക്കടുത്തുള്ള ആലമ്മൂട്ടിൽ തറവാട്. അവിടെ ഒരു കാരണവർ, കൊച്ചുകുഞ്ഞി ചാന്നാർ എന്ന് പറയുന്ന കാരണവർ, മരുമക്കത്തായം മാറി മക്കത്തായം വരുന്നത് അറിഞ്ഞതോടെ ഈ ചാന്നാറുടെ മരുമക്കൾ ചാന്നാറെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. ഈ കഥ നടക്കുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. ഈ കഥ നടക്കുന്നത് ആലപ്പുഴയിലെ ആലമ്മൂട് എന്ന് പറയുന്ന തറവാട്ടിലുമാണ്. ഈ സംഭവം കഴിഞ്ഞ് വർഷങ്ങൾക്കപ്പുറം അതേ കുടുംബത്തിലെ അംഗമായ മധുമുട്ടം എന്ന് പറയുന്ന റൈറ്റർ ഈ കഥയെ ആസ്പദമാക്കി ഒരു സിനിമ രചിക്കുന്നു. ആ സിനിമ അപ്പച്ചൻ എന്ന് പറയുന്ന അന്നത്തെ മികച്ച പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് ഫാസിൽ എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ ഡയറക്ടറാണ്. ഫാസിൽ സാറിനോടൊപ്പം നിന്നത് പ്രിയദർശൻ, സിബി മലയിൽ, സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന 3 ഡയറക്ടേഴ്സുമാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാലത്തിനപ്പുറം എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ആർക്കും തന്നെ മടുക്കാത്ത രീതിയിൽ, എല്ലാ ജനറേഷനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ സിനിമ മാറിപ്പോയി. അതിന് കാരണം തന്നെ ഈ പല ഡയറക്ടേഴ്സിൻ്റെ പലതരത്തിലുള്ള വിഷൻസ് ഒരുമിച്ച് വന്നതാണ്. ഈ സിനിമ 1993 ഡിസംബർ 25 ഒരു ക്രിസ്മസിൻ്റെ അന്ന് റിലീസാവുകയാണ്. സിനിമയിൽ അഭിനയിച്ചത് മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ, സുരേഷ് ഗോപി, ശോഭന തുടങ്ങി ഒരുപാട് ആർട്ടിസ്റ്റുകളാണ്. 1993 ആ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ തിയേറ്ററിൽ കണ്ടത് 23 വയസ്സുകാരിയുടെ ഒരു അഴിഞ്ഞാട്ടായിരുന്നു. അതുവരെ ഇന്ത്യൻ സിനിമ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ, ഡിറക്ഷൻ നോക്കുകയാണെങ്കിൽ അതുവരെ കാണാത്ത ഡീറ്റെയിലിങ്ങൾ, അതുവരെ പറയാത്ത കഥ, അതുവരെ ചെയ്യാത്ത രീതി, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഈ സിനിമ ഭാഷകൾക്ക് അതീതമായി വലിയ രീതിയിലുള്ള ജനപ്രീതി നേടിയെടുത്തു. 1994 നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അതിലെ മികച്ച നടിയായി ശോഭന തിരഞ്ഞെടുക്കപ്പെട്ടു. അതേപോലെ തന്നെ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അതിലും മികച്ച നടിയാവുകയും പോപ്പുലർ ഫിലിം ആവുകയും ചെയ്തു. പിന്നെ അതുപോലെ മേക്കപ്പിന് സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമ കാലാതീതമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാലേട്ടൻ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സുകൾ വരെ ഇന്നും ട്രെൻഡായി വരിക. ഇത് പുതിയ ട്രെൻഡാണെന്ന് പറഞ്ഞ് വരുന്ന കോസ്റ്റ്യൂമുകളാണ് ലാലേട്ടൻ അന്ന് ഉപയോഗിച്ചുള്ളത്. ഈ സിനിമ 1993 ഇറങ്ങിയതിന് ശേഷം ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് മാറ്റി 4K ആയി അത് അറ്റ്മോസിലാക്കി നമുക്ക് റിലീസിന് വന്നിരിക്കുകയാണ്. ഇത് മൂവി മാറ്റ്നി എന്ന് പറയുന്ന ടീമാണ്. അവർക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. കാരണം ഈ ഒരു പടം ഇതാണ് ശരിക്കും നിങ്ങൾ റിലീസ് ചെയ്യേണ്ടിയിരുന്നത്. അത് കറക്റ്റായിട്ട് നിങ്ങൾ റിലീസ് ചെയ്തു. അത് നമുക്ക് കാണാൻ പറ്റി. ഇപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾ, ഞാനൊന്നും അത് ജനിച്ചിട്ട് പോലുമില്ല. അപ്പോൾ എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച സംഭവമാണ്. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന സംഭവം എന്ന് പറഞ്ഞെങ്കിൽ മിനി സ്ക്രീനും അല്ലെങ്കിൽ OTTയും തിയേറ്റർ സിനിമകളും തമ്മിലുള്ള വ്യത്യാസം അത് പലർക്കും അറിയില്ല. പലരും അതിപ്പോൾ എന്തത്ര വ്യത്യാസം എന്ന് ചോദിക്കുന്നവരുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. കാരണം മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമ നമ്മളെങ്ങനെ പോയാലും ഒരു 19 പ്രാവശ്യം മിനിമം ഒരു മലയാളി ഓഡിയൻ്റ് കണ്ടായിരിക്കും. ഇപ്പം ഞാനും കണ്ടതാണ്. പക്ഷേ ഇത് ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ, ഇത് ക്രോപ്ഡാണ്, 4:3 ഈ പടം നമുക്ക് സ്ക്രീനിൽ കാണാം. എന്നാലും വലിയ സ്ക്രീനിലാണ്. കാരണം അത്രയും വലിയ സ്ക്രീനിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇത് തിയേറ്ററിൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളതിൻ്റെ കഥയിലേക്കല്ല പോവുക. കാരണം നമുക്കിതിൻ്റെ കഥ അറിയാം, എന്താ നടക്കണം എന്നൊക്കെ അറിയാം. നമ്മളിതിൻ്റെ ഫ്രെയിമുകൾ, ടെക്നിക്കൽ സൈഡ്, ഇതൊക്കെയാണ് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ശ്രദ്ധിച്ച അതാണ്. ഞാൻ ഇത്രയും കാലം, അതായത് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്ന കാലം മുതൽ ഞാൻ കാണുന്ന സിനിമയാണ് മണിച്ചിത്രത്താഴ്. ഇത്രയും കാലമായിട്ട് ഞാൻ കാണാത്ത പലതരം കാഴ്ചകളും ഈ സിനിമയിൽ ഞാൻ കണ്ടു. ഇപ്പോൾ പേഴ്സണലി ഞാൻ പറയുന്നത് ദ പീക്ക് ഓഫ് സിനിമ എന്ന് പറഞ്ഞിട്ട് ഞാൻ വയ്ക്കുന്ന സിനിമ മണിച്ചിത്രത്താഴ് മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ ഗോഡ് ഫാദർ, മലയാളം ഗോഡ് ഫാദർ അല്ല, എല്ലാവരും പറയും ഗോഡ് ഫാദറൊക്കെയാണ് ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ സിനിമ. പക്ഷേ ഞാൻ ആ അഭിപ്രായക്കാരനല്ല. എനിക്ക് ഏറ്റവും വലിയ സിനിമ, വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് സിനിമ അല്ലെങ്കിൽ ദ പീക്ക് ഓഫ് ഫിലിം മേക്കിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിക്കാൻ പോകുന്ന പടം മണിച്ചിത്രത്താഴാണ്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് മണിച്ചിത്രത്താഴാണ്. അപ്പോൾ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് അത്. അപ്പോൾ ആ സിനിമ ഞാൻ രണ്ടാമത് തിയേറ്ററിൽ കാണുമ്പോൾ
എനിക്ക് സ്വാഭാവികമായിട്ടും അതിൽ ഒളിച്ചു വെച്ച കുറേ കാര്യങ്ങൾ എനിക്ക് കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണാൻ പറ്റി. ഞാനിതിൽ അഭിനയം നമുക്ക് ആസ് യൂഷ്വൽ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെങ്ങനെയൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഇതിൻ്റെ എഡിറ്റിംഗ് സൈഡിൽ ഇത്രത്തോളം ഈ സാധനത്തിനെ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ടെന്ന് ആക്ച്വലി ഞാൻ അത്രയ്ക്കൊന്നും അതിൻ്റെ തെറ്റായിരിക്കാം, പക്ഷേ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിലൊരു ഒരു സീനിൽ നിന്ന് അടുത്ത സീനിക്കുള്ള ഒരു മാച്ച് കട്ട് പോകുന്നുണ്ട്. അത് ബേസിക്കലി ഞാൻ അത്ര കാലമായിട്ട് അറിഞ്ഞിരുന്നില്ല. നെടുമുടി വേണു ശോഭനയുടെ അടുത്ത് വന്നിട്ട് തെക്കിനിയിലേക്ക് പോകരുതെന്ന് പറഞ്ഞ് നെടുമുടി വേണു ആ ഫ്രെയിമിൽ നിന്ന് പാസ് ഔട്ട് ആയി കഴിഞ്ഞ് പിന്നെ അടുത്തത് ഈ ശോഭന മാത്രം നിന്നിട്ട് പിന്നെ അടുത്ത കട്ട് പോകുന്നത് ഈ ശോഭന ഈ കഥ KPSC ലളിതയോട് ചോദിക്കുന്നതാണ്. അവിടുത്തെ ഒരു കട്ടുണ്ട്, അതായത് ശോഭനയുടെ മൂവ്മെൻറ്റിൻ്റെ ഒരു കട്ടുണ്ട്. അത് ഞാൻ ശരിക്കും എൻ്റെ അമ്മ ഇങ്ങനൊരു സാധനമൊക്കെ ഇതിലുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഫ്രെയിമിൽ കാണിച്ച ആക്ടിവിറ്റിയുടെ കണ്ടിന്യൂറ്റി അപ്പുറത്ത് കാണിച്ചിട്ടാണ് ആ മാച്ച് കട്ട് പോയത്. ഇത് ചിലപ്പോൾ കേൾക്കുന്നവർക്ക് ഇത് മനസ്സിലാവില്ല, ചിലപ്പോൾ വിചാരിക്കും ഇത് എന്തോന്നടി ഇതൊക്കെ ഇത്ര വലിയ ബ്രില്യൻസ് ആണോ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനൊരു എഡിറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പം നമ്മൾ വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെയ്യണ പരിപാടിയാണ് ഇതൊക്കെ അവർ അന്ന് ഈ ഫിലിമും വെച്ചിട്ട് അവരിത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് കാണുമ്പോൾ നമ്മളൊക്കെ മറ്റേ എന്താ പറയുക, ഒരു പൊടിയെന്നും പറയാല്ല, ഒരു എന്തോ അത്രയും ചെറിയ ഒരു അംശം മാത്രമായിട്ടുള്ളൂ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ ഇതിലെടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ശോഭന എന്ന് പറയുന്ന ആക്ട്രസ്സാണ്. ആ ആക്ട്രസിൻ്റെ അഭിനയം ഇതിപ്പോൾ 2024 ഈ സിനിമ ഇറങ്ങിയാലും ഈ സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നവർ ഒരിക്കലും ഇത് കണ്ടുമടുത്ത പടമാണ്, ഇത് നമ്മൾ ഒരുപാട് ഇത് എത്ര പ്രാവശ്യം കണ്ടതാണ്, ഇങ്ങനെയൊക്കെ ഒരു സിനിമ ഉണ്ടാക്കുമോ, അങ്ങനത്തെ ഒരു സാധനം നമുക്ക് ഈ സിനിമയിൽ ഒരിക്കലും വരില്ല. ഇതൊക്കെ ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ ഒരു റിവ്യൂ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഈ റിവ്യൂവേഴ്സ് എന്ത് പറയുമായിരുന്നു എന്നുള്ളതാണ് ഞാനൊക്കെ ആലോചിക്കണത്. കാരണം ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു സിനിമ, സ്ക്രിപ്റ്റ് പെർഫെക്റ്റ്, ക്യാമറ പെർഫെക്റ്റ്, ഡയറക്ഷൻ അതിഗംഭീരം. അതായത് ഞാൻ ഈ കല്ലെറിയുന്ന പരിപാടികൾ ഇതിൻ്റെയൊക്കെ അറിയായിരുന്നു ഇതൊന്നും പ്രേതമല്ല എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ പരിപാടികൾ, ആംഗിൾസ്, ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാരണം എങ്ങനെ പോയാലും വലിയ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടും. ഇത് ഇപ്രാവശ്യം കണ്ടപ്പോൾ എനിക്ക് കിട്ടി. ഭയങ്കര സങ്കടമാണ് ഈ സിനിമ കാണുമ്പോൾ. കാരണം ഇതിൽ തുടക്കം തന്നെ നമ്മളുടെ ആ സിനിമയിലുണ്ടായിരുന്ന ഒട്ടുമിക്ക ഒരു 80% ആളുകൾ ഇപ്പോൾ ഇല്ല. അപ്പോൾ അത് തന്നെയാണ് തുടങ്ങുന്നത്, അവരുടെ മുഖങ്ങൾ വെച്ചിട്ടാണ് ഈ പടം തുടങ്ങുന്നത്. അപ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിലൊരു സങ്കടം വരും, പിന്നെ നമുക്കൊരു സന്തോഷം വരും. എന്തൊക്കെയാണെങ്കിലും നമുക്ക് അവരെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മൾ അവരെ എപ്പോഴും സ്ക്രീനിൽ കാണുന്നു. ഇത്രയും പ്രാവശ്യം 50-100 തവണ കണ്ട കോമഡി നമ്മളിപ്പോഴും കണ്ടിട്ട് തിയേറ്ററിൽ നമ്മൾ പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ അത്രയ്ക്കൊരു ഇമ്പാക്റ്റ് ഈ സിനിമ ഉണ്ടാക്കി. ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു സിനിമ കണ്ടു. നമ്മൾ ഇത്രയും ഇപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും, എത്ര നല്ല സിനിമകൾ എന്ന് പറഞ്ഞാലും ഒരു ഫുൾഫില്ല് കിട്ടാത്തൊരവസ്ഥ എനിക്ക് പേഴ്സണലി ഉണ്ടാവാറുണ്ട്. എന്നുവെച്ചാൽ ഒന്നെങ്കിൽ അതൊരു കോമഡി പടം, അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒരു പടം, അങ്ങനത്തെ ഒരു മേഖലയിൽ മാത്രം നിൽക്കുന്ന സിനിമയായിട്ട് മാറി എന്നെനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്തോ ഒരു വലിയ സംഭവം, ഒരു ഉത്സവം കണ്ട് ഇറങ്ങിയ പോലെ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സിനിമ എന്ന് പറയുന്ന സാധനം എക്സ്പീരിയൻസ് ചെയ്ത് ഇറങ്ങിയ പോലെ. ലാസ്റ്റ് ഡയറക്റ്റഡ് ബൈ ഫാസിൽ നിന്ന് ഇത് കാണിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ശരിക്കും കോരിത്തെരിപ്പാണ്. കാരണം ഇത് വേൾഡ് സിനിമയാണ്, അതായത് ഇന്നും ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ ഈ സിനിമ. അത് നമ്മളുടെ നാട്ടിൽ നിന്ന് വന്നൊരു സിനിമയാണ്. ഇതിന് 4 റീമേക്കുകൾ ഉണ്ടാക്കിയിട്ടും ഇതിൻ്റെ ഒരു 7 അയലത്ത് പോലും എത്തിയില്ല എന്ന് പറയുന്നത് ഒരു മലയാളി എന്ന നിലയിൽ, ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ അതൊക്കെ നമുക്ക് അഹങ്കാരം ഉണ്ടാക്കുന്ന സാധനമാണ്. പിന്നെ ലാലേട്ടൻ എന്ന് പറയുന്ന നടൻ്റെ അഴിഞ്ഞാട്ടം, ശരിക്കും സങ്കടമാണ് വന്നത്. നമ്മൾ പറയുമല്ലോ ലാലേട്ടൻ തിരിച്ചു വന്നു എന്നൊക്കെ നമ്മൾ പറയാൻ പാടില്ല, കാരണം അവരൊക്കെ എവിടെ പോണു എന്ന് പറഞ്ഞു. പക്ഷേ പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട് ലാലേട്ടൻ തിരിച്ച് വരണം. കാരണം ഇതിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഒന്നും ഒരു ശതമാനം പോലും ഇപ്പോഴത്തെ സിനിമകളിൽ ലാലേട്ടൻ്റെ മുഖത്തുനിന്ന് നമുക്ക് കിട്ടുന്നില്ല. അതൊരു സത്യമാണ്. അത് ഇനി ആര് വന്നിട്ട് എന്ത് പറഞ്ഞാലും ഞാൻ പറയാം. അപ്പോൾ മണിച്ചിത്താഴ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതൊക്കെ എന്ത് വലിയ നടനായിരുന്നു. അതായത് ഒരു സീനിൽ നിൽക്കുമ്പോൾ ആ ഗംഗേനെ ബാക്കിയുള്ളവരെ നോക്കുന്ന പോലെ എല്ലാ ലാലേട്ടൻ ഗംഗേനെ നോക്കണത്. അതൊക്കെ ഒരൊറ്റ സെക്കൻഡ് പരിപാടിയുള്ളൂ, പക്ഷേ ആ നോട്ടത്തിലൊക്കെയുള്ള ആ വ്യത്യാസം കൊടുക്കുന്ന പരിപാടി. പിന്നെ ആറ്റിറ്റ്യൂഡ്, ഈ ചെരിവ് കാണിക്കുന്ന, എന്ന് വെച്ചാൽ ഇപ്പോൾ ആ ചെരിവ് മോഹൻലാൽ എനിക്കെപ്പോഴും തോന്നുന്നില്ല ലാലേട്ടനായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ മണിച്ചിത്താഴൊന്നും കണ്ടു കഴിഞ്ഞാൽ അത് സണ്ണിയാണ്, അവിടെ ലാലേട്ടൻ ഇല്ല.
അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. അത് നമ്മൾ കുറ്റം പറയില്ല, പക്ഷേ അങ്ങനെ ഒരു ആരാധകൻ എന്ന നിലയിൽ ഒരു സങ്കടമുണ്ട്. ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതായത് ഇനി വരുന്ന ജനറേഷനും ഈ സിനിമ കാണും. ഇപ്പോൾ ഇന്ന് ജനിച്ച് വീണ കുട്ടി വരെ മണിച്ചിത്രത്താഴ് കാണാണ്ടിരിക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവർക്കും ഇതേപോലെ ഒരു റിലീസ് കിട്ടുമോ, അവർക്കും സ്ക്രീനിൽ കാണാൻ പറ്റൂ. പക്ഷേ അത് നമുക്ക് പറ്റി. ഈ ചാൻസ് എല്ലാവരും ഉപയോഗിക്കണം. ഞാൻ ദേവദൂതൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല, കാരണം എനിക്കത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പിക്ക് ഓഫ് സിനിമ. ഇത് എന്താണ് സിനിമ എന്ന് പറഞ്ഞാൽ കാണിക്കാൻ പറ്റുന്ന സിനിമ മണിച്ചിത്രത്താഴ് മാത്രമാണ് എനിക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരാളെന്ന രീതിയിൽ ഈ സാധനം തിയേറ്ററിൽ കണ്ടപ്പോൾ കിട്ടിയൊരു കോരിത്തിരിപ്പും സന്തോഷവും, ഓഫ് മാൻ, ഇത് മസ്റ്റായിട്ട് നിങ്ങൾ പോയി കാണുക. നിങ്ങളൊന്നും കൂടെ ഒന്ന് കണ്ടു നോക്ക് ഈ സാധനം. ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതൊരു ഭാഗ്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറയാണ്ടിരുന്നിട്ട് അത് പഴയ പടമല്ലേ, അതിനെക്കുറിച്ച് ഞാൻ ഇതിനപ്പോൾ സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാര്യമില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങി വന്നിട്ട് ക്യാമറയൊക്കെ വെച്ച് ലൈറ്റൊക്കെ വെച്ച് നമ്മൾ മണിച്ചിത്രത്താഴിനെ കുറിച്ചിട്ട് 2 വാക്ക് സംസാരിക്കുക, അതൊക്കെ വലിയ സംഭവമാണ്. അപ്പോൾ ലെജൻസ്.